ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിയുമെങ്കിൽ ഇവർക്ക് ക്ഷേത്രത്തിൽ ഒരു ജോലി കൊടുത്തത് നന്നായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വരുന്നുണ്ട്. രഘുവിന്റെ ആവശ്യം അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ. അമ്മ അകത്തേക്ക് വാ. ഇതേതായാലും വർക്കൗട്ടാവും. അമ്മയുടെ ഫോണ് ശരിയായോ? ഇല്ല മോളെ, കൂടെ കൂടെ കേക്കും, കൂടെ കൂടെ പോകും. ജോലിക്ക് നിൽക്കുന്നിടത്തെ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പലപ്പോഴും വിളിച്ചാ കിട്ടുന്നില്ലെന്നാ പരാതി. ഇനിയിപ്പോ അതിന്റെ കാര്യമില്ലല്ലോ. അതെന്താ അമ്മേ, ഇനി മൊബൈല് വേണ്ടേ? അത് നീ അറിഞ്ഞില്ലേ? മോൻ പറഞ്ഞു ഇനി വീട്ടുജോലിക്കൊന്നും പോകണ്ടാന്ന്. മോനോ? അതാരാ? പ്രകാശ് മോൻ. ഇനി ഞാൻ എവിടെയും ജോലിക്ക് പോകണ്ട, പുതിയ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി, പൊന്നുപോലെ നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരു സെന്റ് മണ്ണുപോലും ഇല്ലാത്ത എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം മോളെ? ഇതൊന്നും കാണാൻ മാധവേട്ടനും ചന്ദ്രികാമ്മയും ഒന്നും ഇല്ലാതെ പോയല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ കയ്യില് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 40,000 രൂപയാ. ഞാനത് പ്രകാശന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു. എനിക്കിനി എന്തിനാ പൈസ? അമ്മേ, ചായ. മോളെ, അച്ഛനെയും അമ്മയും കാണാനില്ലെന്നറിഞ്ഞിട്ടേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നാണോ മോള്? അവർക്കൊന്നും സംഭവിക്കില്ല മോളെ, അവരിങ്ങി മടങ്ങി വരും. അത്ര നല്ല മനസ്സാ മാധവേട്ടന്റെയും ചന്ദ്രികാമ്മയുടെയും. അവരെ ദൈവം കാത്തു. സുമിത്രയുടെ നാള് നോക്കിയിട്ടാണ് പാലുകാച്ചിന്റെ ഡേറ്റ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. സുമിത്രയ്ക്കും മോനും വേണ്ടിയിട്ടല്ലേ ഞാനീ കിടന്ന് കഷ്ടപ്പെടുന്നൊക്കെ. ആ കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവളാണ് എന്റെ ഫുൾ സപ്പോർട്ട്, എന്റെ ഭാഗ്യവും. അല്ല, ഈ ചായക്ക് വല്ല പുളിയും ഉണ്ടോ? ഇല്ല. എന്തു പറ്റും മോളെ? പാകം ഒത്തില്ലെങ്കിലേ പിന്നെ എത്ര നല്ലതെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ശരിയാ മോളെ, ഇപ്പൊ കിട്ടുന്ന എല്ലാ പാലും അത്ര നല്ലതല്ല. അതെ അമ്മേ, വെളുത്തിരിക്കുന്നതൊന്നും പാലല്ല. ചില വിഷത്തിന്റെ കളറും വെളുപ്പാ. മോനെ, പാലുകാച്ചിന് എന്തൊക്കെ ഒരുക്കങ്ങളാ ചെയ്തിരിക്കുന്നേ? അമ്മേ, പാലുകാച്ച് അതിഗംഭീരമായിട്ട് നടത്തണം. ചിക്കനും മട്ടനും ഫിഷും ടീ സ്റ്റാളും പിന്നെ ഏത്തപ്പഴം വെച്ചുണ്ടാക്കിയ നല്ല ചൂട് പഴംപൊരിയും എന്ന് വേണ്ട എല്ലാ തരം ഫുഡ് ഐറ്റംസും ഉണ്ടായിരിക്കും. ഒരു നല്ല ഗാനമേള വെക്കണം. അതിപ്പോ ഏത് ട്രൂപ്പാ നല്ലതെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഗസലിന്റെ ട്രൂപ്പാണ് ഈ കൊള്ളാം. അത് കൊള്ളാം. ഇതൊക്കെയായിരുന്നു അമ്മേ പ്ലാൻ. പക്ഷെ ഇപ്പോ അച്ഛനെയും അമ്മയും കാണാതായ സ്ഥിതിക്ക് നമ്മളതൊക്കെ ചുരുക്കി നടത്തുക. സുചിത്രയ്ക്കും അതാണ് ഇഷ്ടം. സുചിത്രയുടെ ഇഷ്ടമാണല്ലോ എന്റെയും ഇഷ്ടം.
നിങ്ങൾ സംസാരിക്ക്, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. മോനെ ബാക്കി വിശേഷം പറ. ആ വിശേഷം അതെ, എനിക്ക് ഒന്ന് രണ്ട് പേരെ വിളിക്കാനുണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ അമ്മ ചായ കുടിക്കേ. ആ പിന്നെ പാല് കാച്ചുണ്ടല്ലോ, പാല് കാച്ചി ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെ നടത്തും. ആ ഓക്കെ. രഘു, ഇവരെ ഇതിനു മുന്നേ ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ലല്ലോ. രഘുവിനോടൊപ്പമല്ലേ ഇവര് വന്നത്? ആരാ ഇവരൊക്കെ? പേര് മാധവനും ചന്ദ്രികയും. ഈ നാട്ടുകാരല്ല. പിന്നെ രഘുവിന്റെ ബന്ധുക്കളാണോ? ബന്ധുക്കളാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ബന്ധുക്കൾ തന്നെ. കുറച്ച് ദൂരെയുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നവരാ. കടപ്പുറത്ത് വെച്ചാ പരിചയപ്പെട്ടത്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ തിരുമേനിക്കറിയാലോ. ഇവർക്ക് തങ്ങാനൊരിടവും ജീവിക്കാനൊരു തൊഴിലും കൊടുക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. കഴിയുമെങ്കിൽ ഇവർക്ക് ക്ഷേത്രത്തിൽ ഒരു ജോലി കൊടുത്താൽ നന്നായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വരുന്നുണ്ട്. രഘുവിന്റെ ആവശ്യം അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ. മാനത്തെ കൊട്ടാരം